വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങൾക്കിടെ പത്തനംതിട്ടയിലെ മഴ ദുരന്തബാധിത മേഖലയിൽ ഇന്ന് മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആറന്മുള, റാന്നി, തിരുവല്ല മേഖലകളിലാണ് മുഖ്യമന്ത്രി എത്തിയത്. പുഴകളിലെ മണൽ നീക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി ഇന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് പത്തനംതിട്ടയിലേക്ക് എത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യം സന്ദർശിച്ചത് ആറന്മുളയാണ്. ആറന്മുളയിലേക്ക് എത്തിയ അദ്ദേഹം ആദ്യം റെസ്റ്റ് ഹൗസിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ടയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനുശേഷം തെക്കേമലയിൽ നിന്നും ആറന്മുളയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള വിവിധ ദുരിത മേഖലകൾ സന്ദർശിച്ചു, ക്യാമ്പുകൾ സന്ദർശിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിവേഗത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അതേപോലെ തന്നെ ദുരിതത്തിൽ ബാധിച്ചവർക്കുള്ള നഷ്ടപരിഹാരത്തെ പറ്റിയിട്ടും അദ്ദേഹം ആറന്മുളയിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സും ഉണ്ടാകുന്നു. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉണ്ടാകാൻ നോക്കും. അതേസമയം ഈ ദുരിതത്തിനിടയിലും ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടി നൽകിയത്. ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനിയും നാണം കെട്ടണ്ട. ആറന്മുളയിൽ നിന്നും പിന്നീട് അദ്ദേഹം നേരെ വന്നത് പത്തനംതിട്ട റാന്നിയിലേക്കായിരുന്നു. ഈ വർഷം ആദ്യം ദുരിതം വിതച്ചത് റാന്നിയിലായിരുന്നു. റാന്നിയിലെത്തി അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അവിടെ നടന്ന യോഗത്തിൽ വിവിധ ആളുകളിൽ നിന്ന് നിവേദനങ്ങൾ ഏറ്റുവാങ്ങി. 100 കണക്കിന് ആളുകളാണ് അവിടേക്ക് നിവേദനങ്ങൾ നൽകാനായി എത്തിയത്. പ്രധാനമായും വ്യാപാര വ്യവസായ സമൂഹത്തിൽ നിന്നായിരുന്നു ഒട്ടനവധി ആളുകൾ അവിടേക്ക് നിവേദനങ്ങൾ നൽകാനായി എത്തിയത്. ഒപ്പം തന്നെ വീട്ടിലൊക്കെ വെള്ളം കയറിയവരും അവിടേക്ക് എത്തി. റാന്നിയിൽ നിന്നും അദ്ദേഹം പിന്നീട് നേരെ പോയത് തിരുവല്ലയിലേക്കാണ്. തിരുമൂലപുരത്തുള്ള ക്യാമ്പുകൾ സന്ദർശിച്ചു. തിരുമൂലപുരത്തെത്തി ക്യാമ്പുകളിലെ സൗകര്യങ്ങളും അടിസ്ഥാന കാര്യങ്ങളും ഒക്കെ വിശദമായി അദ്ദേഹം പരിശോധിച്ചിട്ടാണ് അവിടെ നിന്നും മടങ്ങിയത്. തിരുവല്ലയിലാണ് ഏറ്റവും അധികം വെള്ളം കെട്ടി നിൽക്കുന്നത്. ഈ സമയങ്ങളിൽ ആറന്മുളയിൽ നിന്നായാലും റാന്നിയിൽ നിന്നായാലും എല്ലാം തന്നെ ഒഴുകിയെത്തുന്ന വെള്ളം അവസാനം എത്തുന്നത് തിരുവല്ലയിലേക്കാണ്. ആ തിരുവല്ലയിലെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് നിലവിലുള്ളത്. അവിടെ എത്തിയും മുഖ്യമന്ത്രി സന്ദർശിച്ച ശേഷമാണ് പത്തനംതിട്ടയിൽ നിന്നും മടങ്ങിയത്.